ഭാരതം പോലെ സൗന്ദര്യാധിഷ്ഠിതമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയുമുണ്ട്. നമ്മുടെ ഭാരതം ഈ മതങ്ങൾക്ക് സൗന്ദര്യബോധത്തെ വളർത്താൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരമ്പലങ്ങളിലും ഒരു പള്ളിയിലും സൗന്ദര്യബോധം വളർത്തുന്നില്ല, ദാർശനികത വളർത്തുന്നില്ല, സത്യാന്വേഷണം വളർത്തുന്നില്ല. ഉണ്ടോ? ഇല്ല. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ പുതിയ നേട്ടങ്ങളെ പറ്റിയിട്ട് ഒരു ചർച്ചയും നടത്തുന്നില്ല. ഭക്തജനങ്ങളുടെ വീടുകളിൽ നിങ്ങളൊരു സർവേ എടുത്തു നോക്കൂ. സുനിത വില്യംസിൻ്റെ വിജയത്തെപ്പറ്റി, തിരിച്ചു വന്നതിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഭക്തജനങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതേസമയം കുംഭമേളയെപ്പറ്റി ചർച്ച ചെയ്യും, അല്ലേ? ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആരുണ്ടാക്കിയതാണ്? നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും എന്ന പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കർണപർവ്വത്തിലാണ് എഴുത്തച്ഛൻ്റെ വർണ്ണനയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ പോകാതെ തന്നെ വാകച്ചാർത്ത് കഴിഞ്ഞ കൃഷ്ണനെ നമ്മുടെ മുമ്പിൽ കാണാം. ചിത്രകാരന്മാർ വരച്ചതല്ലേ കൃഷ്ണൻ്റെ ചിത്രം? ശില്പികൾ കൊത്തിയെടുത്തതല്ലേ ദൈവത്തിൻ്റെ രൂപങ്ങളെന്ന് പറയുന്നത്? അല്ലാതെ ഏതെങ്കിലും ദൈവം സെൽഫി എടുത്ത് അയച്ചു തന്നാണോ? എനിക്ക് അടി കിട്ടുമെന്നൊരു സംശയമുള്ളൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിനെതിരെ പറഞ്ഞാൽ ഉടൻ തന്നെ കമൻ്റ് എന്താ വരുമെന്നറിയോ? ഹിന്ദുവിൻ്റെ അതിനെ എതിർക്കുന്ന നീ എന്തുകൊണ്ട് മുസ്ലിമിൻ്റെ അതിനെ എതിർത്തില്ല എന്നാ പറയുക. അതുകൊണ്ട് ഇപ്പോൾ ബാലൻസ് ചെയ്തിട്ട് അതാ മതനിരപേക്ഷത. ചോദ്യം ചെയ്യുന്നത് ബാലൻസ് ചെയ്യണം. നല്ലത് പറയുന്നത് പോലെയും തെറ്റ് പറയുമ്പോഴും ബാലൻസ് ചെയ്ത് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആളുകളെ മാർജിനലൈസ് ചെയ്ത് കളയും. ഈ അന്ധവിശ്വാസം തലയിൽ എഴുതിയിരിക്കുന്നു എന്ന വിശ്വാസം, അതാണ് വികാസം. എന്താ തലയിലെഴുത്ത്? ഇപ്പം സുനിത വില്യംസിൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നു അവൾ തിരിച്ചു വരുന്നു, അതുകൊണ്ട് അവൾ തിരിച്ചു വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ് ദൈവം. ലോകത്തിൽ ഏറ്റവും സുന്ദര സൃഷ്ടി ഏതെന്ന് വെച്ചാൽ ദൈവം എന്ന് പറയാം. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ്. ഇഷ്ടമാണ്. സംഗീതമില്ലെങ്കിൽ ഭാരതത്തിൽ മന്ത്രങ്ങളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ? സംഗീതമില്ലെങ്കിൽ ഈ ശ്ലോകം ചൊല്ലി നടന്നവരൊന്നും തന്നെ ഒരു പണിയെടുത്തില്ല. ഈ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. പ്രായോഗികമാകാത്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ പണ്ട് ഭാരതത്തിൽ അറിവുള്ള ഭയങ്കര ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, പക്ഷെ ഒരു പണിയെടുക്കില്ല. എന്നാൽ പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. ഈ അറിവിനെയും അധ്വാനത്തെയും പ്രായോഗികമായി അപ്ഡേറ്റ് ആക്കി വികസിപ്പിക്കുമ്പോഴാണ് ലോകം വളരുന്നത്.